Hello guys. Oh my. ഹലോ എന്താ നെയിൽസോ? യെസ്, നെയിൽസ് തന്നെ. അപ്പോൾ തന്നെ അതൊക്കെ പിടികിട്ടി കാണുള്ള ഗൈസ് നിങ്ങൾക്ക് എന്താണ്. യെസ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ നെയിൽസിൻ്റെ വീഡിയോ ആണ് ഗൈസ്. അമ്മേ, അപ്പോൾ ഗൈസ് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, നെയിലിൻ്റെ വീഡിയോസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇന്ന് തന്നെ എന്താ പറയുക നെയിലിൻ്റെ വീഡിയോ എടുക്കണം ഗൈസ്. ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താ പറയുക പിന്നത്തേക്ക് ഞാൻ എപ്പോഴും മാറ്റി വെക്കുന്നത്. പക്ഷേ നമ്മൾ പിന്നത്തേക്കൊന്നും മാറ്റി വെക്കാനായിട്ട് പാടില്ല കേട്ടോ ഗൈസ്. ഓരോ കാര്യം ഓർക്കുമ്പോൾ അപ്പം തന്നെ ചെയ്യണം. പക്ഷേ ഞാൻ എപ്പോഴാണ് പിന്നത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഗൈസ് ഒന്നും നോക്കില്ല, രണ്ട് കൽപ്പിച്ച് എന്താണ് നമ്മുടെ നെയിൽസിൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ഓർത്തുവിട്ടെ ഗൈസ്. ഇത് കണ്ടില്ലേ മോസ്റ്റ് ആയിട്ടില്ലേ. അപ്പോൾ ഗൈസ് എൻ്റെ നെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാൻ എൻ്റെ നെയിൽസ് വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം 9 മന്തായി. അതായത് ഞാൻ 2025 നവംബർ തൊട്ട് എൻ്റെ നെയിൽസ് വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ചിലതിലൊന്നും നഖമില്ല. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മോസ്റ്റ് ആയിട്ട് കഥ എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പം എന്താ പറയുക ഏകദേശം 9 മന്ത് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പം നഖം വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് കണ്ടില്ലേ ഗൈസ്. ഇങ്ങനെയുണ്ട് മോസ്റ്റ് ആയിട്ടില്ലേ. അപ്പം എന്താ പറയുക മോസ്റ്റായിട്ട് എന്താ പറയുക ഞാൻ എപ്പോഴും ഞാൻ നഖം വളർത്തുന്നതാണ് ഗൈസ്. പക്ഷേ എപ്പോഴും നഖം വളർത്തുന്നു പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലെങ്ത്ത് എത്തുമ്പോഴത്തേക്കും ഒരെണ്ണം പൊട്ടും, 2 പൊട്ടും, 3 പൊട്ടും, അങ്ങനെ ഓരോന്നായി പൊട്ടുക. പക്ഷേ ഒരു നഖത്തിൽ മാത്രം നഖം നീട്ടുന്നത് എനിക്കിഷ്ടമല്ല. നീട്ടുമ്പോൾ എല്ലാത്തിലും നീട്ടുന്നത് അതാണ് ഗൈസ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ എന്താ പറയുക 3 വിരലിലൊക്കെ നീട്ടുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെ ബാക്കി അളന്നും കൂടി വെട്ടും, പിന്നെ പുതിയതായിട്ട് വളർത്തും, വീണ്ടും പൊട്ടും, ഇങ്ങനെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഗൈസ്. കുട പിടിച്ചോ, മഴ പെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ഓക്കെ, എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഗൈസ് ഈ പ്രാവശ്യം നഖം നീട്ടി. ഇപ്പോൾ ഭാഗ്യത്തിന് നഖം ഇത്രയായത്. അമ്മേ എനിക്ക് വയ്യ. ഓക്കെ, അപ്പം ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഈ നഖം എങ്ങനെയായിരിക്കും പൊട്ടിയതെന്നല്ലായിരിക്കും ഗൈസ് നിങ്ങളുടെ സംശയം അല്ലേ? വേറെ ഒന്നുമല്ല ഗൈസ്. ഈ നഖം പൊട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നഖം പൊട്ടിയിട്ടിപ്പം ഈ നഖം പൊട്ടിയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 3. ഈ ഏപ്രിൽ 3-ാം തീയതിയാണ് ഗൈസ് ഈ നഖം പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെയറിൽ ഇങ്ങനെ മോസ്റ്റായിട്ട് നമ്മളിങ്ങനെ ഇതാക്കില്ലേ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡ് പൊട്ടിയിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈഡ് പൊട്ടിയിരുന്നേ കണ്ടില്ല. മുടി നഖത്തിൻ്റെ ഏകദേശം ഈ ലെങ്ത് ഇല്ലായിരുന്നു കേട്ടോ, ഇതിലും കുറച്ചും കൂടി കുറവായിരുന്നു ഗൈസ്. ഇപ്പോൾ 2 മന്തും കൂടി ആയപ്പോഴാണ് ഈ ഒരു ലെങ്ത്ത് നഖത്തിന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്താ ഗൈസ് നോക്കണ്ട, എൻ്റെ കൈ കണ്ടില്ലേ ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക എൻ്റെ കൈയും കാലും മോസ്റ്റായിട്ട് സെറ്റായിട്ട് കണ്ടില്ലേ ഗൈസ്. ഇങ്ങനെ ഒഴുകൂട്ടോ. എന്താ പറയുക നമ്മൾ എക്സാമൊക്കെ എഴുതാതിരിക്കുമ്പോൾ ഭയങ്കര അവസ്ഥയാണ് ഗൈസ്. കയ്യിൽ എപ്പോഴും ടവല് കൊണ്ടുപോയിട്ട് നടക്കേണ്ട അവസ്ഥ. എനിക്കും കുഞ്ഞാച്ചിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഗൈസ്. പക്ഷെ കുറച്ചുകൂടി അധികം സെറ്റ് എനിക്കാണ് കണ്ടില്ലേ. എപ്പോഴും എൻ്റെ കൈ ഇങ്ങനെ വെക്കും. പക്ഷേ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെയിൽ പോളിഷൊക്കെ ഇടാനായിട്ടാണെങ്കിൽ എന്താ പറയുക വെള്ളം പോലെയല്ല, അപ്പോൾ അത് വേഗം പിടിക്കില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ നഖം പൊട്ടിയ കഥയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മുടിയിൽ കുടുങ്ങിയിട്ട് നഖം പൊട്ടുവാണ്. ഇത് എൻ്റെ ഭഗവാനേ, എൻ്റെ ജീവൻ ഇറങ്ങിപ്പോയി ഗൈസ്. കാരണം അത്രയ്ക്ക് പെയിനാണ് നമ്മുടെ നഖം പൊട്ടുമ്പോൾ ഉള്ള പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പെയിനാണ്. നമുക്ക് ഈ വിരളല്ല, ഈ ഒരു കൈ ഫുള്ള് നമുക്ക് പെയിൻ ഉണ്ടാവും. അത്രയ്ക്ക് പെയിനാണ് നമ്മുടെ നഖം പൊട്ടുമ്പോൾ ഉണ്ടാവുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഈ നഖം പൊട്ടിയത്. അപ്പോൾ ഇത് 2-3 മാസം കൊണ്ടാണ് ഗൈസ് ഇത്രയും വലുതായത്. അതിനിടയ്ക്ക് സൈഡ് പൊട്ടും, ഞാൻ ഷേപ്പാക്കും, ഇത് തന്നെയാണ് പരിപാടി. പിന്നെയെന്ന് പറയുമ്പം നമ്മുടെ ഈ നഖം നമ്മുടെ എന്താ പറയുക തമ്പിലെ നഖമാണ് കേട്ടോ. ഈ നഖം പൊട്ടിയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാനുവരി പൊട്ടിയതാണ് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ ബാഗ് തുളത്തുണ്ടായിരുന്നു. ബാഗ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ബാഗിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് നഖം പൊട്ടി. സൈഡ് നടുവ് വരെ പൊട്ടിയിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ബാക്കി നഖം എന്താ പറയുക വെട്ടിക്കളഞ്ഞു കേട്ടോ. കാരണം നഖം പകുതി പൊട്ടി എന്നിട്ട് പിന്നെ നമ്മൾ വെട്ടിയില്ലെങ്കിൽ ഭയങ്കര അവസ്ഥ. ഞാൻ സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് നഖം ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ സൂപ്പർ ഗ്ലൂ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഒരു കാര്യമില്ല ഗൈസേ. മോസ്റ്റായിട്ട് നഖം പൊട്ടി കയ്യിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. അപ്പം എന്താ പറയുക പിന്നെ ഇത് ഉണ്ടായി ഗൈസ്. ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ നഖം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും എൻ്റെ നഖം ഇത്രയെങ്കിലും നീളം വെച്ചിട്ടുണ്ടാവും. അന്ന് ജനുവരി പൊട്ടിയിട്ട് ഇത്രയും നീളം വെച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഭിത്തിയിൽ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിൽ നഖം തട്ടിയിട്ട് പൊട്ടി. അത് കണ്ടില്ല. ഇപ്പോൾ ഗൈസ് മൊട്ടക്കുഞ്ഞായിരിപ്പുണ്ട്, ഒട്ടും നഖം നീണ്ടിട്ടില്ല ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ നഖത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ.
ഓക്കെ ഗായ്സ്, അപ്പം എന്താ പറയുക, ഇതാണ് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നെയിൽസിൻ്റെ സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് ഈ നെയിൽസിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ മനസ്സിലാവുമല്ലോ, ഒരു കളറായിട്ടുണ്ടല്ലേ ഗൈസ്. വേറെ ഒന്നുമല്ല ഗൈസ്, അത് നമ്മുടെ മെഹന്തിയാണ് കേട്ടോ, മൈലാഞ്ചിയാണ് ഗൈസ്. അപ്പം നഖം വളർന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എന്താ പറയുക, മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് മോസ്റ്റ് ആയിട്ട് പുതിയ നെയിൽ കളറൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നോക്ക്, ഞാനിവിടെ എന്താ പറയുക, നെയിൽ റിമൂവർ മോസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടിഷ്യൂ ആണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. എന്താ പറയുക, മറ്റേ ലിക്വിഡ്, ആദ്യം ലിക്വിഡായിരുന്നു കേട്ടോ ഗൈസ്. ലിക്വിഡ് പക്ഷേ വേഗം പോകും, പക്ഷേ ലിക്വിഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പോരാത്തതിന് ലിക്വിഡ് എന്ന് പറയുമ്പം നമ്മുടെ നഖത്തിന് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഗൈസ് ലിക്വിഡ്. പക്ഷേ ഈ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നഖത്തിന് അത്ര വലിയ എന്നല്ല, നഖത്തിന് അങ്ങനെ പ്രശ്നമില്ലാത്തതാണ്. എന്താണ് കുഞ്ഞേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്താക്കാം, മോസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ നെയിൽ കളർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ കളർ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഗൈസ് ഇത് അത്യാവശ്യം നിങ്ങൾ കണ്ടല്ലോ, ഇത് നല്ല ലൈറ്റ് കളറാണ് ഗൈസ്. അപ്പം ലൈറ്റ് കളർ നമ്മൾ ഇടുന്ന സമയത്ത് ഞാനൊരു 3-4 ലെയേഴ്സ് ഞാൻ ഇടാറുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് ആ കളർ കിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പം എന്താ പറയുക, അയ്യോ എനിക്ക് വയ്യ. അപ്പം മോസ്റ്റ് ആയിട്ടുണ്ട്, ഒന്നും പറയാനില്ല ഗൈസ്. നിങ്ങളൊക്കെ നഖം വളർത്തിയിട്ടുണ്ടോ ഗൈസേ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. മോസ്റ്റ് ആയിട്ട് നഖം വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയുന്നത്. കണ്ടില്ലേ ഗൈസ്, എൻ്റെ കയ്യിൽ വേർപ്പായിട്ട് ഇത് തുടയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആകെ അവസ്ഥയായിരിക്കും. ഇത് കണ്ടില്ലേ ഗൈസ്? അപ്പം മോസ്റ്റ് ആയിട്ട് നമുക്കിതെല്ലാം കളയാം. ഓക്കെ നോക്ക് ഗൈസ്, നോക്ക്, ഞാനിവിടെ 2 നഖത്തിൽ കളഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഗൈസ്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെഹന്തി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെന്ന് പറയുമ്പോൾ റെഡും ബ്ലാക്കും കൂടി ആയിട്ടുള്ള കളർ. അതും ഒരു പ്രാവശ്യം ഇട്ടാൽ പോരാ, നമ്മൾ 3-4 പ്രാവശ്യം ഇതിടുന്ന സമയത്ത് റെഡും ബ്ലാക്കും കൂടി ഒരു കളർ കിട്ടും ഗൈസ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മങ്ങി പോകും. അതൊരു പ്രശ്നമുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ ബാക്കിയും കൂടി കളയാം. ഗൈസ് നോക്ക്, ഇതിൽ ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗൈസ് ചെറിയൊരു വിഷയമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ശ്രദ്ധിച്ച് കാണില്ല, ഇതിൻ്റെ സൈഡിലൊന്ന് നൈസായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മേ, ഞാനത് എത്ര കെയർഫുള്ളായിട്ടാണ് കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അമ്മ എപ്പോഴും പറയും, നഖം വളർത്തുവാണെങ്കിൽ എന്താ പറയുക, അത്രയും കെയർഫുള്ളായിരിക്കണം, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന്. നമ്മൾ ഈ വെള്ളമൊക്കെ കൊടുക്കുന്ന സമയത്തേ ഭയങ്കര അവസ്ഥയാണ് ഗൈസ്. കാരണം കയറിലൊക്കെ കൈ പെട്ടിട്ട് കുടുങ്ങിയിട്ട് വലിയൊക്കെ ആണെങ്കിൽ നഖം നല്ല അവസ്ഥയായിട്ട് നഖം പൊട്ടും കേട്ടോ. അതുപോലെ തന്നെ എന്ന് പറയുമ്പം എന്താ പറയുക, ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസേ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്ന് പറയുമ്പം അവരുടെ പാരൻസ് ആരും സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും തന്നെ അങ്ങനെയാണല്ലോ, അവരുടെ പാരൻസ് ആരും സമ്മതിക്കില്ലായിരുന്നു നഖം വളർത്തുന്നു പറയുമ്പോൾ. പക്ഷേ ഇവിടെ അതല്ല ഗൈസേ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഖം വളരില്ല, അതാണ് പ്രശ്നം. നഖത്തിന് തീരെ കാൽഷ്യം ഇല്ല, നഖം വേഗം പൊട്ടിപ്പോകും. അതൊരു വിഷയം ഉണ്ടാകും. അല്ലാതെ അമ്മച്ചിക്കും ആൾക്കാർക്കും നഖം വളർത്തുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളൊരു കാര്യം, അമ്മച്ചി എപ്പോഴും പറയും, യക്ഷികളാണ് നഖം വളർത്തുന്നതെന്ന് പറയും കേട്ടോ. മോസ്റ്റായിട്ട് അമ്മച്ചി എപ്പോഴും പറയും, യക്ഷി നഖം കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി ഇങ്ങനെ പറയും കേട്ടോ. യക്ഷികളാണ് മോസ്റ്റായിട്ട് നഖം വളർത്തുന്നതൊക്കെ പറയും. അപ്പോൾ നമ്മൾ 3 വിരലിൽ ഇവിടെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടിഷ്യൂവിൻ്റെ അവസ്ഥ ഇതായി. കാരണം വേറൊന്നുമല്ല, എൻ്റെ സ്വെറ്റായിട്ടാണ് ഗൈസ്, അതിലത്തെ ഫുൾ സാധനവും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തെടുക്കാം. മിക്കവാറും ഞാനിതെടുത്തത് മുഴുവനും എന്താ പറയുക, തീരും കേട്ടോ. എന്താ പറയുക, എന്തായാലും മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ, എനിക്ക് എന്തായാലും ഇത്രയും നഖം വളരുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് കളയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്ക്, നമ്മുടെ ലാസ്റ്റത്തെ വിരൽ ഇത് കണ്ടില്ലേ ഗൈസ്, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഈ ഒരു എന്താ പറയുക, റെഡ് ബ്ലാക്ക് കളർ മോസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ കളയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, ഹൈസ്കൂളിലൊന്നും എന്താ പറയുക മോസ്റ്റായിട്ട് നഖമേ പറ്റില്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് നഖം നീട്ടിയാൽ അപ്പം തന്നെ എന്താ പറയുക വെട്ടാൻ പറയും. പിന്നെ മെയിനായിട്ടെന്ന് പറയുമ്പം നിങ്ങൾക്കറിയാലോ, ഞാൻ THS ആണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, വർക്കൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതാണ് പിന്നെ ഞാൻ അങ്ങനെ നഖം നീട്ടിയിട്ടുമില്ല. പിന്നെ എന്ന് പറയുമ്പോൾ വെക്കേഷൻ സമയത്ത് എന്താ പറയുക, ഓണത്തിൻ്റെ സമയം വരുമ്പം, അടുത്ത ഓണത്തിൻ്റെ സമയം എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, നല്ലത് എന്താ പറയുക, സമ്മർ വെക്കേഷൻ വരുമ്പോൾ 2 മന്ത് ഉണ്ടല്ലോ, ആ സമയത്ത് മാത്രമായിരുന്നു കേട്ടോ ഞാൻ വളർത്തുന്നുണ്ടായത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പം ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് വലിയ വിഷയമില്ല കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ ടീച്ചർമാർക്ക് പിന്നെ നിങ്ങൾക്കറിയാലോ, സ്കൂളിലെ നോട്ടപ്പുള്ളിയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ടീച്ചർമാർക്ക് വേറെ ആരും നഖം നീട്ടിയാൽ അവർ കാണില്ല, ഞാൻ നഖം നീട്ടിയാൽ മാത്രമാണ് കാണുക.
സാധാരണയൊക്കെ ഭയങ്കര അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ പറയാം മുടീൻ്റെ കാര്യവും അത് തന്നെ. വേറെ ആരുടെ മുടിയിലൊരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മുടിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അയ്യോ അതൊക്കെ വലിയ വലിയ കഥ ഞാൻ നിങ്ങളോട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഗൈസ്, മോസ്റ്റായിട്ട് നമ്മുടെ നഖം ഞാൻ കാണിച്ചു തരാം. ഓ ഇത് കണ്ടില്ലേ ഗൈസ്, മോസ്റ്റായിട്ട് നമ്മുടെ നഖം അടിപൊളിയായിട്ട് ഞാനിവിടെ എന്താ പറയുക മോസ്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നെയിൽ പോളിഷ് കണ്ടില്ലേ, എന്തായാലും ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസേ ഒന്നുമില്ല പറയാൻ. ഓമേ കണ്ടില്ലേ അതുകൊണ്ട് എൻ്റെ നെയിൽസ് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം നെക്സ്റ്റ് നെയിൽ പോളിഷ് ട്രൈ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്ക് നമ്മുടെ നെയിൽ പോളിഷ് ഇവിടെ വരുന്നത് റീനിൻ്റെ നെയിൽ പോളിഷാണ് കേട്ടോ ഗൈസ്. അപ്പം ഈ നെയിൽ പോളിഷിൻ്റെ കൂടെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നെയിൽ പോളിഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. നെയിൽ പോളിഷ് എന്ന് പറയുമ്പം എനിക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് ഈ പേസ്റ്റൽ കളറാണ് ഗൈസ് നെയിൽസിലിടാൻ വേണ്ടി ഇഷ്ടം. അതാണ് നമുക്ക് അധികവും ചേരുക. അപ്പം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെഡ് കളറാണ് നിങ്ങൾ ഓർക്കിട്ടോ, അതൊരു ഗ്രീനാന്ന് ഓർക്ക്. അപ്പം അതിൻ്റെ ഒരു 75% വൈറ്റ് വരണം, ബാക്കി 25 ഗ്രീൻ വരാൻ പാടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് വൈറ്റ് കൂടിയ കളറാണ് കുറച്ചുകൂടി നമ്മുടെ എന്താ പറയുക കയ്യിന് ചേർന്ന ഒരു കളർ അതായിരിക്കും കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക്, ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ നല്ല ഡാർക്ക് യെല്ലോ, ഡാർക്ക് റെഡ്, ഡാർക്ക് ഗ്രീന്, അല്ലാതെ വേറൊരു ഒരു മിഡിൽ നിൽക്കുന്ന ചപ്പറി കളറുണ്ട്, അതെനിക്കിഷ്ടമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ചേരില്ല ഗൈസ്. ചില കളേഴ്സൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഡിമ്മായി പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇടുമ്പോൾ മനസ്സിലാവും കേട്ടോ, വേഗം നമ്മുടെ കൈ ഡിമ്മായി പോകും. അപ്പം നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ നെയിൽ പോളിഷുകളെല്ലാം നോക്കാം. ഇത് കണ്ടില്ലേ ഗൈസ്, ഈ കളർ എന്ന് പറയുമ്പം ഒരു എന്താ പറയുക ഒരു സിൽവർ പോലത്തെ കളർ, ഇത് കണ്ടോ മോസ്റ്റായിട്ടില്ലേ. പിന്നെ ഇവിടെ വരുന്നത് ഇത് കണ്ടില്ലേ ഗൈസ്, ഒരു ലൈറ്റ് ബ്ലൂ കളർ കണ്ടില്ലേ, ഒരു ലൈറ്റ് ബ്ലൂ കളർ വരുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക ഓറഞ്ച് കളർ വരുന്നുണ്ട്, കണ്ടില്ലേ ഗൈസ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗിൽറ്റാണ് ഗൈസ്, ഗിൽറ്റ് കളറാണ്. ഗിൽറ്റാണ്, നമുക്ക് ഏതൊരു ഷെയ്ഡ് ഇട്ടിട്ടും ഈ ഗിൽറ്റ് ഇട്ടാൽ അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്ക് ഗിൽറ്റ് എനിക്ക് പല കളറാണ് ഗൈസ് ഇഷ്ടം. പച്ച ഗിൽറ്റ്, റെഡ് ഗിൽറ്റ്, അങ്ങനത്തെ പല കളറാണ് എനിക്കിഷ്ടം. പിന്നെയെന്ന് പറയുമ്പം ഇതൊരു ഡാർക്ക് ബ്ലൂ, ഇത് കണ്ടില്ലേ ഗൈസ്, ഇത് ഡാർക്ക് കളറാണ്. ഇതൊക്കെ നമ്മുടെ കൈക്ക് നല്ല ചേരുന്ന കളറാണ് കേട്ടോ. പിന്നെ ഇത് നോക്കി, ഇതൊരു പച്ച ഗിൽറ്റാണ് കേട്ടോ വരുന്നത്, കണ്ടില്ലേ ഗൈസ്, മോസ്റ്റായിട്ടില്ലേ, ഇതൊരു പച്ച ഗിൽറ്റാണ്. ഇത് നമുക്ക് ഏതൊരു കളർ ഇട്ടിട്ട് നമുക്ക് ഇതിവിടെ നല്ല നീങ്ങനെ ഇട്ടിട്ട് പച്ച ഗിൽറ്റൊക്കെ ഇടുമ്പോൾ നല്ല അടിപൊളി മോസ്റ്റായിരിക്കും കേട്ടോ. പിന്നെ പറയുമ്പോൾ ഇതൊക്കെ ഇതൊരു ലൈറ്റ് റോസ് കളറാണ് കേട്ടോ ഗൈസ് വരുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലൂ കളറിൽ എന്താ പറയുക ഇതുള്ളത് ഗിൽറ്റുള്ളൊരു കളറാണ് കേട്ടോ ഇത്. പിന്നെന്ന് പറയുമ്പം ഇത് വേറെ ഇതാണ് കേട്ടോ ഗൈസേ. നമ്മളിപ്പോൾ എടുത്ത എല്ലാന്ന് പറയുമ്പോൾ നമ്മുടെ റീനി ബ്രാൻഡ് തന്നെ, നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ജെൽ നെയിൽ പോളിഷാണ്. അത് വയലറ്റ് കളറാണ് കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ ഗൈസ്, ഇത് എപ്പോഴും തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ഗൈസേ. ഇതൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. അമ്മയും പിന്നെന്ന് പറയുമ്പോൾ ഇതൊരു കുറച്ച് നല്ല പേസ്റ്റൽ കളറായിട്ടുള്ള ഗ്രീനാണ് ഗൈസ്. എന്നാലും ഇതിലും കുറച്ചുകൂടി ലൈറ്റ് കളറാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെന്ന് പറയുമ്പോഴത്തെ ഈ ഒരു കളറ്, ഇതെന്ന് പറയുമ്പം എന്താ പറയുക ലൈറ്റ് ഗ്രീൻ, പിന്നെ എന്താ പറയുക ഗിൽറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബോക്സിലെ കളേഴ്സ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മളിപ്പോൾ എടുത്ത നെയിൽ കളേഴ്സ് ഇത്രയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, അപ്പം നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ നെക്സ്റ്റ് ബോക്സിലെ കളേഴ്സ് നോക്കാം. ഓക്കെ ഗൈസ് അപ്പം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ബോക്സ് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ ഗൈസ്, അപ്പം നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോ നോക്ക് ഗൈസ്, ഒരു ചോക്ലേറ്റ് കളറാണ് ഗൈസ് വരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ ഗൈസ്. എനിക്ക് ചോക്ലേറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ ചോക്ലേറ്റ് കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് നല്ല ചേരുന്നൊരു കളറാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാ സ്കിൻ ടോണിനും തന്നെ നമ്മുടെ ചോക്ലേറ്റ് കളർ നന്നായിട്ട് ചേരും. പിന്നെന്ന് പറയുമ്പോൾ നോക്ക് ഗൈസ്, ഇതൊരു നല്ല എന്താ പറയുക ബ്ലഡ് കളറാണ് ഗൈസ് വരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി, ശരിക്കും നമ്മുടെ ബ്ലഡ് പോലെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഈ ഒരു കളറ്. നമ്മുടെ ബ്രിക്ക് കളറാണ് ഗൈസ്, നല്ല
ഡാർക്ക് റെഡ് കളറാണ് ഗൈസ്. ഓ പിന്നെയെന്ന് പറയുമ്പോൾ ഗൈസ് നമ്മുടെ എന്താ പറയുക ഒരു ലൈറ്റ് വയലറ്റ് കളർ. പിന്നെ ഇത് നോക്കുക ഗൈസ്, ഇതും ഒരു ചോക്ലേറ്റ് കളറാണ്, പക്ഷെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഗൈസ്. പക്ഷെ നമ്മുടെ സ്കിൻ നല്ല ചേർന്ന കളറാണ് ഗൈസ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് ഗൈസ് ഇതൊക്കെ ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ കളേഴ്സ് എന്ന് പറയുമ്പോൾ അധികവും എന്താ പറയുക ഇടുന്ന നമ്മുടെ മമ്മയാണ് കേട്ടോ ഗൈസ്. കാരണം മമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നത് പറയുമ്പോൾ ഒരു ഗ്രേപ്പ് കളേഴ്സാണ് മമ്മയ്ക്ക് അധികവും ചേരുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, മോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല നല്ല ഷെയ്ഡാണ് ഗൈസ്, നല്ല അടിപൊളി ഷെയ്ഡാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രേപ്പ് കളറാണ്. പിന്നെ ഇത് തന്നെ നമ്മുടെ റീനീൻ്റെ എന്താ പറയുക ഒരു ബ്ലൂ കളറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ബോക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓ വാവ്, കണ്ടില്ലേ ഗൈസ്, ഏകദേശം എന്താ പറയുക ഇത്രയും കളേഴ്സാണ് നമുക്കിവിടെ 2 ബാഗ്സിൽ മോസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഏത് കളറാണ് ഗൈസ് മോസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം ഏകദേശം ഇത്രയൊരു കളേഴ്സാണ് വരുന്നത്. ഏകദേശം 22 കളേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെയെന്ന് പറയുമ്പം അയ്യോ സോറി, അല്ലാതെ നോക്കിയാൽ എന്താ പറയുക മോസ്റ്റായിട്ട് എന്താ ഒരു ഹാഫൊക്കെ ആയിട്ടിരിക്കുന്ന കുറേ കളേഴ്സും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയാണ് നമ്മുടെ മോസ്റ്റായിട്ടുള്ള നെയ്റ്റ് അമ്മേ. അപ്പം ഗൈസ് ഇനിയിപ്പോൾ വലിയൊരു വിഷയമാണ്, ഇതിനകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇടണം. ഒരെണ്ണം ഇടാൻ പറ്റുള്ളൂ, അതാണ് വലിയ വിഷയം. അപ്പം നമുക്ക് മോസ്റ്റായിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇടാം. ഓ ഗൈസ്, അപ്പം നമുക്കിടാം. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇവിടെ ഇത്രയും നെയിൽ പോളിഷ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറഞ്ഞാൽ സെലക്ട് ചെയ്യണം ഗൈസ്. നമുക്കൊന്നും നോക്കണ്ട, ഈ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് ഇടാം. യെസ് ഗൈസ്, അപ്പം മോസ്റ്റായിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ സെലക്ട് ചെയ്ത ഷെയ്ഡ് ഏതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലൈറ്റ് ബ്ലൂ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഗൈസ്, എന്താ പറയുക ഒരു ഗിൽറ്റ് കൂടിയ ബ്ലൂ കളറാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് കണ്ടില്ലേ മോസ്റ്റായിട്ടില്ലേ. അപ്പം നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ ഈ വിരലിലെടുത്ത് ഇടാം കേട്ടോ ഗൈസ്. നമ്മൾ ഓൾറെഡി മെഹന്തി കയ്യിൽ ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് കളർ ഇടുമ്പോൾ കുറച്ച് വിഷയമായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 to 4 ലെയറെങ്കിലും ഒരു കോട്ടിങ്സ് കൊടുക്കേണ്ട വരും. അല്ലെങ്കിൽ നമ്മുടെ റെഡ് കളർ ഇങ്ങനെ എന്താ പറയുക ഇതായിട്ട് നിൽക്കും ഗൈസ്. അപ്പോൾ അത് കണ്ടില്ലേ ഗൈസ്, സൈഡിലേക്ക് ഇങ്ങനെ പറ്റണം, അതിങ്ങനെ തുടച്ചൊക്കെ കളയണം കേട്ടോ. അതാ വലിയൊരവസ്ഥ, സൈഡിൽ പറ്റുമ്പോൾ വലിയ അവസ്ഥയാണ് ഗൈസ്. നോക്ക്, അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ബ്ലൂ കളർ ഇതാ ഈ ഒരു ഷെയ്ഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ കളറിൽ സെലക്ട് ചെയ്യാം ഗൈസ്, അല്ല ഈ വിരലിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഞാനിത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത നെക്സ്റ്റ് ടൈം നിങ്ങൾ പറയണം കേട്ടോ, ഏത് നെയിൽ പോളിഷ് വേണം ചൂസ് ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഏത് കളറാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഗൈസ്. ആ കളർ ഞാൻ എടുത്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഗൈസ് നോക്ക്, ഞാൻ പറഞ്ഞില്ലേ ഒരു ലൈറ്റ് ഗ്രീൻ പ്ലസ് ഒരു ഗിൽറ്റ് കളറാണ് കേട്ടോ ഇത് വരുന്നത്. ഓ വാവ് ഗൈസ്, ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഈ നെയിൽ പോളിഷ് ഇടാന്ന് പറയുമ്പം. അതും അധികം നഖം ഉള്ള സമയത്ത് ഇടുന്നത് മോസ്റ്റ് സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടോ, അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഗൈസ്? ഇട്ട് ഇട്ടവർക്കും അറിയാം. ഇത് കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, നമ്മളിന്ന് 5 വിരൽസിലും എന്താ പറയുക 5 കളേഴ്സാണ് നമ്മൾ എന്താ പറയുക ഇടുന്നത്. അല്ലെങ്കിൽ ഒരു കളറാകുമ്പോൾ നിങ്ങൾക്ക് വിഷമാവില്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഗൈസ് 2 വിരലിൽ 2 കളറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് ഇനി നെക്സ്റ്റ് കളർ ചൂസ് ചെയ്യാം ഗൈസ്. അപ്പം എനിക്കേതാ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 2 വിരലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. നോക്കത് ഇപ്പം തന്നെ ഉണങ്ങി കേട്ടോ, നമ്മുടെ വേഗം ഉണങ്ങും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിനി നെക്സ്റ്റ് നമ്മുടെ മിഡിൽ ഫിംഗറിൽ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ സെലക്ട് ചെയ്യണം, എനിക്ക് അറിയത്തില്ല, ഫുൾ കൺഫ്യൂഷനായിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി സെലക്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ കണ്ണടച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അമ്മേ എനിക്കറിയില്ല ഞാൻ ഏതാ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓ ബാ ഗൈസ്, അപ്പോൾ നോക്കി ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഗൈസ്, ഒരു ഡാർക്ക് ഗ്രീൻ. അയ്യോ ഇതിൻ്റെ പേരുണ്ട് കേട്ടോ ഗൈസ്, എവിടെ പോയി? ഓ ടർഫിക് ടീൽ എന്നാണ് ഗൈസ്, മോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ പേര് ഭയങ്കര വിഷയമാണ് ഗൈസ്, കാരണം വായിക്കൊള്ളാത്ത പേരാണ്. അമ്മയൊക്കെ ഗൈസ്. അപ്പം ഈ ഒരു കളർ ഞാൻ എടുത്തിട്ടുണ്ട്. മോസ്റ്റായിട്ട് നമ്മുടെ മിഡിൽ ഫിംഗറിൽ ഞാനിത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഗൈസ്. നോക്കണ്ട, പുറത്തൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ലാസ്റ്റത്തെ പണിയാണ് ഗൈസ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള പണിയാണ് ഗൈസ്. ഇത് കുറച്ച് നല്ല ഡാർക്ക് കളറാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല നമ്മുടെ നഖത്തിനല്ല ഗൈസ്, നമ്മുടെ എന്താ പറയുക വിരലിന് നല്ല
ചേരുന്ന കളറാണ് ഗൈസ്. നോക്ക് 3 കളർ ഏറ്റിട്ടുണ്ട് കേട്ടോ ഗൈസേ. ഓക്കെ, നെക്സ്റ്റ് കളർ ചൂസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഒന്നും നോക്കുന്നില്ല. നെക്സ്റ്റ് കളർ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലഡ് കളറാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ ഗൈസ്? ഓ വാവ്, മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കളറാണ് ഗൈസ് ഈ ബ്ലഡ് കളർ എന്ന് പറയുമ്പോൾ. ഞാൻ എന്തായാലും എന്താ പറയുക, എന്തോ പറയാമൊന്നും മറന്നുപോയി. അയ്യോ ഗൈസ്, അപ്പോൾ ഒരു 2-3 കോട്ടിങ്സ് കൊടുത്താലാണ് കുറച്ചുകൂടി നല്ല പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ? ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഏത് കളർ എടുക്കാം? ഓക്കെ, അപ്പോൾ ഗൈസ് നെക്സ്റ്റ് നോക്ക്, ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഈ ഓറഞ്ചും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കറിക്ക് ചേരും തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ആവണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ആവണമായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞത് മിഡിൽ നിൽക്കുന്ന കളർ എന്ന് പറയുമ്പം നമ്മുടെ സ്കിൻ ടോൺ അധികം ചേരണമെന്നില്ല, എല്ലാവർക്കും ചേരണമെന്നില്ല. ചിലർക്ക് ചേരുന്നവരുണ്ടാകും, പക്ഷെ എനിക്ക് ചേരില്ല കേട്ടോ. ഓക്കെ ഗൈസ് നോക്കാം, അപ്പോൾ ഞാൻ 5 വിരലിലും ഡിഫറെൻറ്റ് കളറാണ് ഗൈസ് കൊടുത്തേക്കുന്നത്. അപ്പം എന്താ പറയുക, മോസ്റ്റ് ആയിട്ടില്ലേ ഗൈസ്? നല്ല അടിപൊളി മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ബ്ലാക്ക് കളർ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ബ്ലാക്ക് കളർ ഓൾറെഡി എൻ്റെ മെഹന്തി ഇട്ട് ബ്ലാക്കാണ് ഗൈസ്. അത് കാരണമാണ് ഞാനത് ചൂസ് ചെയ്യാതിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ചെറിയൊരു പരിപാടിയും കൂടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ട് കേട്ടോ ഗൈസ്. അത് നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കത് ഉണങ്ങാൻ വെക്കാം ഗൈസ്. അപ്പം എല്ലാ കളേഴ്സും ഞാൻ ഇട്ടു ഗൈസ്. അപ്പം ഞങ്ങളുടെ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗ്രീൻ കളർ ഗിൽറ്റ് വരുന്ന നെയിൽ പോളിഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗൈസ്? അപ്പം മോസ്റ്റായിട്ട് നോക്ക്, ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഗൈസ്? അതല്ല നെയിൽസിന് എനിക്ക് ചേരുമോ എന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്തപ്പം രസമുണ്ട് ഗൈസ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഗൈസ് ഇത് കണ്ടില്ലേ, നമ്മളെ ഗ്രീൻ കളറുള്ള ഈ ഒരു ഷെയ്ഡ് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ ഗൈസ്? ഇങ്ങനെയുണ്ട്, മോസ്റ്റ് ആയിട്ടില്ലേ? ഫുൾ ഗിൽറ്റി ഹാൻഡ് ആയി പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല, മോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഗൈസ്, മോസ്റ്റായിട്ട് നമ്മളിവിടെ എല്ലാ വിരൽസിലും ഗിൽറ്റിൻ്റെ എന്താ പറയുക നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ട് നല്ല രസമുണ്ട് ഗൈസ്. മോസ്റ്റ് ആയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വെട്ടത്തിൽ കണ്ടില്ലേ ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നുണ്ട്, നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. അതാണ് ഏറ്റവും വലിയൊരു മോസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ. ഇത് കണ്ടില്ലേ സൈഡിലായിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ലാസ്റ്റത്തെ പണിയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, എന്തെങ്കിലും എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായിട്ട് ചേരുന്നതെന്ന് പറയുമ്പം നമ്മുടെ ഒരു കണ്ടില്ലേ ഗൈസ്, ഈ ഒരു കളറൊക്കെ നന്നായിട്ട് നമ്മുടെ നെയിൽസിന് ചേരും. ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി വൈറ്റ് കൂടിയ കളറായിരിക്കും നമ്മുടെ നഖത്തിന് ചേരുക, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളി മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ കുറച്ചുകൂടി രസം വരിക എന്ന് പറയുമ്പം എല്ലാ വിരലിലും നഖം ഉണ്ടാകുമ്പോഴാണ് ഗൈസ്. ഈ ഒരു വിരലിൽ ഇതിലില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇതിലും കൂടി നഖം ഉണ്ടായിരുന്നേ കത്തിയാനായിട്ടോ. ഇങ്ങനെയുണ്ട്, നല്ല മോസ്റ്റ് ആയിട്ടില്ലേ ഗൈസ്? ഇപ്പം നമ്മുടെ ഗിൽറ്റി നെയിലായി ഗൈസ്. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്താ പറയുക ഏത് നെയിൽ കളറാണ് ഇടേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ കളറ് ഞാൻ എന്താ പറയുക മോസ്റ്റായിട്ട് എന്താ പറയുക ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്താ പറയുക മോസ്റ്റായിട്ട് നമ്മുടെ ഗ്രേപ്പ് ആണെങ്കിൽ ഗ്രേപ്പ്, അല്ലെങ്കിൽ ഇപ്പം ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ബ്രിക്ക് ആണെങ്കിൽ ബ്രിക്ക്, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ഏത് കളറാണ് ട്രൈ ചെയ്യേണ്ടത് നിങ്ങൾ പറയാം. നഖം ഒടിഞ്ഞു പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? മോസ്റ്റ് ആയിട്ടില്ലേ? നല്ല അടിപൊളി മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതിപ്പോൾ ഉണങ്ങാൻ 1 മണിക്കൂർ എടുക്കും, കാരണം ഗിൽറ്റിൻ്റെയും കൂടി ആയതുകൊണ്ട് നല്ല ടൈം എടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കര കൂട്ടന്മാരിവിടെ മോസ്റ്റായിട്ട് നമ്മുടെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഓക്കെ ഗൈസ്, അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ നെയിൽ ബ്ലോഗ് ഗൈസ്. അപ്പം എന്തായാലും നിങ്ങൾ മോസ്റ്റായിട്ട് കമൻറ്റിൽ പറയുക നെക്സ്റ്റ് ടൈം ഏത് കളറാണ് ഇടേണ്ടതെന്ന് പറയുക. ഞാൻ എന്തായാലും ഇട്ടിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം ഓക്കെ ഗൈസ്, അപ്പം എല്ലാവർക്കും മോസ്റ്റായിട്ട് ബൈ ബൈ.